ഹായ്, അവർക്കും നമസ്കാരം. അഡാ 24/7 ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSC CGL പരീക്ഷയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ വരാറായി. അപ്പോൾ SSC CGL പരീക്ഷയോട് അഭിമുഖീകരിക്കുമ്പോൾ മിക്ക ആൾക്കാർക്കും ഉള്ള ഒരു പേടിയാണ്, മാത്സും റീസണിങ്ങും ഒക്കെ അല്ലേ, എങ്ങനെ പഠിക്കും, അല്ലെങ്കിൽ മാത്സ് ഒക്കെ ഭയങ്കര ടഫായിരിക്കും. നമ്മൾ PSC തന്നെ ഭയങ്കര പാടായിട്ടാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, CHSL തന്നെ നമ്മൾ ഭയങ്കര പാടായിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ CGL മാത്സ് ഭയങ്കര ടഫായിരിക്കും. പക്ഷേ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മൾ കൃത്യമായിട്ടും പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബേസിക് കൺസെപ്റ്റ് തന്നെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നത് NCERT ടെക്സ്റ്റ്. അത് തന്നെയായിരിക്കും നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് പറയുന്നത്. NCERT SCERT ഒക്കെ കേട്ടോ. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് SSC CGLനകത്ത് എന്താണ് പഠിക്കാനുള്ളത്. ഇന്നത്തെ സെഷനിലാണ് നമ്മൾ നോക്കുന്നത് SSC CGLൻ്റെ മാത്സ് പാടൊന്നുള്ള കാര്യമല്ല, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. കൃത്യമായിട്ടും പഠിക്കുക, പഠിക്കേണ്ട രീതി എങ്ങനെയാണ്, എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. SSC CGL 2024 മാത്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ടത് ഈ ഒരു SSC CGL പരീക്ഷയുടെ ടയർ 1 അല്ലെങ്കിൽ ടിയർ ആ ഒരു പ്രൊനൗൺസിയേഷൻ എന്തോ ആയിക്കോട്ടെ, ടയർ 1 എക്സാമിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക എക്സാം പാറ്റേൺ എന്തെന്ന് നോക്കുക. അപ്പോൾ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് എന്ന് പറഞ്ഞ ഒരു സെക്ഷനുണ്ട്. 25 ക്വസ്റ്റ്യൻ ആയിരിക്കും. ടോട്ടൽ മാർക്ക് 50 മാർക്കാണ്. 25 ക്വസ്റ്റ്യൻ 50 മാർക്കാണ് ടോട്ടൽ വരുന്നത്. ജനറൽ അവയർനെസ് ഉണ്ട്, 25 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, 50 മാർക്ക്, 2 മാർക്കാണ് വരുന്നത് കേട്ടോ. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, 25 ക്വസ്റ്റ്യൻ 50 മാർക്ക്. ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ ഉണ്ട്, 25 ക്വസ്റ്റ്യൻ 50 മാർക്ക്. അപ്പോൾ നമ്മുടെ മാത്സ് 25 ക്വസ്റ്റ്യൻ ആണ്. 25 ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യണം കേട്ടോ. 25 ക്വസ്റ്റ്യൻ. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്ക് 100 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 200 മാർക്കായിരിക്കും. ഈ 200 മാർക്ക് എഴുതാൻ, പരീക്ഷ എഴുതാൻ, അല്ലെങ്കിൽ 200 മാർക്ക് നേടാൻ, അല്ലെങ്കിൽ 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ നമുക്ക് തന്നിട്ടുള്ള സമയം എത്രയായിരിക്കും? 60 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ സമയമുള്ളൂ. ഈ 1 മണിക്കൂറിൽ 25 ക്വസ്റ്റ്യൻ മാത്സ് നമുക്ക് അറ്റൻഡ് ചെയ്യണം. അതുപോലെ റീസണിങ് അറ്റൻഡ് ചെയ്യണം. കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന മിക്കവാറും ഒക്കെ എന്താണ് ഈ ഒരു 2 സെക്ഷനിലായിരിക്കും. ഓക്കെ, അപ്പോൾ ആ സമയം നമ്മൾ എന്ത് ചെയ്യുക? റെഡ്യൂസ് ചെയ്യുക. അതിനുവേണ്ടി എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. വ്യക്തമായിട്ടും കൃത്യമായിട്ടും ശക്തമായിട്ടും പ്രാക്ടീസ് ചെയ്തോളാം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്താ പറ്റും, എഴുതാൻ പറ്റുന്ന കാര്യമാണ്. കഴിഞ്ഞു, എക്സാം പാറ്റേൺ കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, പഠന കാര്യത്തിൽ ആ സിലബസിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ ആപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്ക് യൂസ് ചെയ്ത് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ ഹോം പേജിലേക്ക് വരുമ്പോഴത്തേക്കും സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞൊരു ടാബ് കാണാം. ആദ്യത്തെ ഫീഡ്, രണ്ടാമത് സ്റ്റഡി മെറ്റീരിയൽ എന്ന ടാബ് കാണാം. ആ ടാബ് ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഈ ഒരു ലിസ്റ്റ് വരുന്നത്. നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ മെറ്റീരിയലുകളും, എല്ലാ എക്സാംസും എല്ലാം എന്താണ് ഇതിനകത്തുണ്ടാവും. സ്കോളർഷിപ്പ് ടെസ്റ്റ് ഉണ്ട്, എഴുതിക്കോ. ഏത് എക്സാം റിലേറ്റ് ചെയ്തിട്ടുള്ള സ്കോളർഷിപ്പ് ടെസ്റ്റാണോ വരുന്നത്, ആ കോഴ്സിലേക്ക് നിങ്ങൾ ടോപ്പ് വരാണെന്നുണ്ടെങ്കിൽ ആ കോഴ്സിലേക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രവേശനം നേടാൻ പറ്റും. ക്യൂസസ് ഉണ്ട്, പ്രാക്ടീസ് ചെയ്തോ, ഡെയിലി പ്രാക്ടീസ് ചെയ്തോ. ജോബ് അലേർട്സ് ഉണ്ട്, എല്ലാ ഇൻഫർമേഷൻ നിങ്ങൾക്ക് അവിടെ കിട്ടും. ഡെയിലി കറണ്ട് അഫേഴ്സ് ഉണ്ട്, അത് അപ്ഡേറ്റ് ചെയ്യാം. ദിവസം എന്ത് ചെയ്യുക, അത് സോർട്ട് ചെയ്ത് ഓരോ ദിവസത്തെയും സോർട്ട് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ച് പഠിച്ചാൽ മാത്രം മതി. അത് പറയുന്ന കാര്യം ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കുള്ള കാര്യമാണ്. നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങളിവിടെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അതുപോലെ ഓരോ ദിവസവും പ്രാക്ടീസ് എക്സാംസ് ഉണ്ട്. CHSL പ്രാക്ടീസ് ചെയ്യാം, റെയിൽവേ പ്രാക്ടീസ് ചെയ്യാം, CGL പ്രാക്ടീസ് ചെയ്യാം, PSC പ്രാക്ടീസ് ചെയ്യാം. എന്ത് വേണോ ഓരോ ദിവസവും ഓരോ ഡിഫറൻറ്റ് എക്സാംസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തരും. അത് ഓരോ ഡിഫറൻറ്റ് ടോപ്പിക്കായിരിക്കാം, ഓരോ ഡിഫറൻറ്റ് എക്സാമിന് റിലേറ്റ് ചെയ്തായിരിക്കാം. അതിൻ്റെ അനാലിസിസ് ഉണ്ടാവും. എക്സാം അറ്റൻഡ് ചെയ്തിട്ട് ഏതാണ് വീക്കർ പോർഷൻ, സ്ട്രോങ്ങർ പോർഷൻ എന്നുള്ളത് അനാലിസിസ് ചെയ്യുക. അതുപോലെ ആവശ്യമായിട്ടുള്ള നോട്ട്സും ആർട്ടിക്കിൾസും ഫ്രീ PDF എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഇനി ഏതെങ്കിലും പെയ്ഡ് കോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമം ഡിസ്കൗണ്ടിൽ, ഇപ്പോൾ ഓഫേഴ്സ് ഒക്കെ നടക്കുന്ന സമയമാണ്, മാക്സിമം ഡിസ്കൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും? പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് പോയി ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഈ കാര്യങ്ങളിൽ ആക്സസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എനിക്ക് മാത്രം നോക്കി വായിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമല്ല, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഉപയോഗപ്പെടുത്തുക. പിന്നെ നമ്മുടെ ആപ്പിനകത്തേക്ക് വരുമ്പോഴേ, ഹോം പേജിൽ വരുമ്പോഴേ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇവിടെ നമ്മുടെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു ടാബുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രൂപ്പ്സ് കാണാം. ഓരോ ഫാക്കൽറ്റി ഓരോ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അവർ മെറ്റീരിയൽ ഇടുന്നുണ്ട്. അവരുടെ ഈ പറഞ്ഞ ഈ YT ക്ലാസ്സുകളും അതുപോലെ കണ്ടന്റ് ലെവലുള്ള ക്ലാസ്സും ജനറിക് ആയാലും എല്ലാത്തിൻ്റെയും PDF എല്ലാം അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. മാക്സിമം പോയി അതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക. ആ ഡിസ്കഷനിലെല്ലാം പങ്കാളികളാവുക കേട്ടോ. അത് എല്ലാം ഉപയോഗപ്പെടുത്തി, ഈ കാര്യങ്ങൾ, ഈ ആപ്പിൻ്റെ സാധ്യതകളെല്ലാം ഉപയോഗപ്പെടുത്തി നിങ്ങൾ പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആ മാത്സിൻ്റെ കാര്യത്തിലേക്ക് പോവാം. നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ CGLൻ്റെ മാത്സിൻ്റെ കാര്യമാണ്. പഠിക്കേണ്ട കാര്യങ്ങൾ നോക്കുക. ഫസ്റ്റ്, കമ്പ്യൂട്ടേഷൻ ഓഫ് ഓൾ നമ്പേഴ്സ്, ഡെസിമൽസ്, ഫ്രാക്ഷൻസ്. നമ്മുടെ ബേസിക് കാൽക്കുലേഷൻ ആണ്, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഡെസിമൽസിൻ്റെയും ഫ്രാക്ഷൻ്റെയും നമ്പേഴ്സിൻ്റെയും കാൽക്കുലേഷൻസ്. രണ്ടാമത്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നമ്പേഴ്സിൻ്റെ റിലേഷൻഷിപ്പാണ്. ഏതൊക്കെ നമ്പർ സിസ്റ്റത്തിലാണ് വരുന്നത്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്തിരിക്കുന്നു, ആ കാര്യങ്ങളാണ് അതിൽ പഠിക്കേണ്ടത്. കഴിഞ്ഞു. നമ്പേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്, നമ്പേഴ്സ് എന്ന് നമുക്ക് കോമൺ ആയിട്ട് പറയുന്ന ടോപ്പിക്കാണത് കേട്ടോ. ബേസിക് ആണ്, സ്കൂൾ ടെക്സ്റ്റ് ആണ്, NCERT ടെസ്റ്റ് ഉണ്ട്. അതുപോലെ നമ്മുടെ CBSE ലെവലിലുള്ള ഒരു 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള കാര്യങ്ങളെല്ലാം നോക്കി കഴിഞ്ഞാൽ എല്ലാം കിട്ടും. പിന്നെ
പ്രോഫിറ്റ് ആൻഡ് ലോസ്, ലാഭവും നഷ്ടവും, അതിൻ്റെ കൂട്ടത്തിൽ ഡിസ്കൗണ്ട് വരും, പാർട്ണർഷിപ്പ് ഉണ്ട്, മിക്സ്ചർ ആൻഡ് അലിഗേഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്. നമ്മൾ യൂഷ്വലായിട്ട് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും പഠിക്കുന്ന അതേ ടോപ്പിക്സ് കഴിഞ്ഞു. അടുത്ത് നോക്കുക, പെർസെൻറ്റേജ്, അതില്ലാതെ ഒരു എക്സാം ഇല്ല. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ഇല്ലാതില്ല. സ്ക്വയർ റൂട്ട്, ആവറേജ്, ഇൻട്രസ്റ്റ്, ബേസിക് ഓൾജിബ്രായിക് ഐഡന്റിറ്റീസ് ഓഫ് സ്കൂൾ ഓൾജിബ്ര ആൻഡ് എലിമെൻ്ററി സഡ്സ്. സഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂട്ട്, ക്യൂബ് റൂട്ട്, സ്ക്വയർ റൂട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഓപ്പറേഷൻസ് കേട്ടോ. അതുപോലെ ബേസിക് ഓൾജിബ്രായിക് ഐഡന്റിറ്റീസ്, A+B² ഇതിലേക്കും പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ കാര്യങ്ങളൊക്കെ തന്നെ A+B² ദ്വിമാന സമവാക്യത്തിൻ്റെ സാമാന്യ രൂപം, അല്ലെങ്കിൽ A+B³ അങ്ങനെയൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള ഓൾജിബ്രായിക് ഐഡന്റിറ്റീസും അത് യൂസ് ചെയ്തിട്ടുള്ള കാൽക്കുലേഷൻ, സിംപ്ലിഫിക്കേഷൻ ലെവലിലായിരിക്കും നമുക്ക് മിക്കപ്പോഴും അത് യൂസ് ചെയ്യേണ്ടി വരുന്നത്. ആ കാര്യങ്ങൾ നോക്കുക. പിന്നെ അഡീഷണൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഗ്രാഫ്സ് ഓഫ് ലീനിയർ ഇക്വേഷൻസ്. ഓരോ ഇക്വേഷൻസിന് ഗ്രാഫ് ഉണ്ട്, അത് നമ്മൾ പ്രത്യേകിച്ച് പഠിക്കണം കേട്ടോ. ലീനിയർ ഇക്വേഷൻസിൻ്റെ ഗ്രാഫ് നമ്മൾ +2 ലെവലിലുള്ള ടോപ്പിക്, NCERT ലെവലിലുള്ള ടോപ്പിക്കാണ്. പിന്നെ അടുത്ത് നമ്മുടെ ജോമെട്രി, ട്രയാങ്കിൾ, വേരിയസ് കൈൻഡ്സ് ഓഫ് സെൻറ്റേഴ്സ്, ഇൻസെൻറ്റർ, അതുപോലെ സെൻട്രോയിഡ്, അത് അങ്ങനെ സർക്കം സെൻറ്റർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ സർക്കിളും അതുപോലെ ട്രയാങ്കിളും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം. അതാണ് വേരിയസ് സെൻറ്റേഴ്സ്, കൈൻഡ്സ് ഓഫ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ സ്കൂൾ ലെവലിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. കോൺഗ്രുവൻസ് ആൻഡ് സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾസ് 8ാം ക്ലാസ്സിലുണ്ട്. SCERT ടെക്സ്റ്റിനകത്ത് കുഴപ്പമുണ്ട്. സിമിലാരിറ്റി 9ാം ക്ലാസ്സിനകത്ത് സിമിലറും ഉണ്ട്, കോൺഗ്രുവൻസ് 8ാം ക്ലാസ്സിലുണ്ട്, പഠിക്കാം. സർക്കിൾ ആൻഡ് ഇറ്റ്സ് കോഡ്സ്, ടാൻജൻസ്, ആംഗിൾ സബ്സ്റ്റൻഡഡ് ബൈ കോഡ്സ് ഓഫ് സർക്കിൾ, കോമൺ ടാൻജൻസ് ടു 2 or more സർക്കിൾസ്. തൊടുവര, ടാൻജൻസ്, ഇതെല്ലാം SCERT ലെവലാണ്. ഞാൻ പറഞ്ഞല്ലോ, സ്കൂൾ ടെക്സ്റ്റിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും മിക്കപ്പോഴും കിട്ടുന്നത് നമുക്ക് കേട്ടോ. അപ്പോൾ ഈ സർക്കിള്, കോഡ്സ്, അതുപോലെ ടാൻജൻ്റ് ഒക്കെ 9ഉം 10ാം ക്ലാസ്സിലും ടെക്സ്റ്റുകൾക്കകത്തുണ്ട്, SCERT ടെക്സ്റ്റിനകത്തുണ്ട്. അപ്പോൾ അത് പാടായിട്ടുള്ള കാര്യമല്ല. ക്വാഡ്രിലാറ്ററൽസ്, റെഗുലർ പോളിഗൺസ്, ബഹുഭുജങ്ങൾ, അതുപോലെ ചതുർഭുജങ്ങൾ പഠിക്കാനുള്ള കാര്യമാണ്. ചതുർഭുജങ്ങൾക്കകത്ത് പറഞ്ഞാൽ നമുക്ക് കൂടുതലും വരുന്നത് റെക്റ്റാങ്കിളും സ്ക്വയറും ആയിരിക്കും, ചതുരവും സമചതുരമായിരിക്കും കേട്ടോ. അതുപോലെ 3 ഡയമെൻഷണൽ ജോമെട്രി, റൈറ്റ് പ്രിസം, 3 ഡയമെൻഷണൽ ജോമെട്രി, 3D ജോമെട്രി, റൈറ്റ് പ്രിസം, റൈറ്റ് സർക്കുലർ കോണ്, അതുപോലെ സിലിണ്ടർ സ്പിയർ, നമ്മുടെ സിലിണ്ടർ സ്പിയർ, കോണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഓക്കെ, അടുത്ത് നോക്കുക, ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ്. ഈ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് വരുമ്പോഴത്തേക്കും നമുക്ക് ട്രിഗണോമെട്രിയുടെ കുറച്ച് കാര്യങ്ങളും കൂടെ എന്ത് ചെയ്യേണ്ടി വേണ്ടി വരും. ട്രിഗണോമെട്രി എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് ബേസിക് ലെവൽ ട്രിഗണോമെട്രി മാത്രം മതി, അഡ്വാൻസ് ലെവലൊന്നും വേണ്ട. സ്റ്റാറ്റിസ്റ്റിക്കൽ ചാർട്ട്സ്, ഹിസ്റ്റോഗ്രാം, ഫ്രീക്വൻസി, പോളിഗൺ, ബാർ ഡയഗ്രാം, അതിൻ്റെ പൈ ചാർട്ട്, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ, അത് വരയ്ക്കാനൊന്നും ചോദിക്കത്തില്ല, റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഹെമിസ്പിയേഴ്സ്, റെക്ടാങ്കുലർ പാരലൽ പൈപ്ഡ് എന്ന് പറഞ്ഞാൽ ചതുരപ്പെട്ടി, ക്യൂബോയിഡ്, പാരലോഗ്രാം, എന്താ പറയുക, സാമാന്തരികത്തിൻ്റെ 3 ഡയമെൻഷണൽ ഫിഗറാണ് പാരലൽ പൈപ്ഡ് എന്ന് പറയുന്നത്. അതുപോലെ റെക്ടാങ്കുലർ റൈറ്റ് പിരമിഡ് ഉണ്ട്, പിരമിഡിൻ്റെ കാര്യം. പിന്നെ ട്രിഗണോമെട്രിക് റേഷ്യോ, ഡിഗ്രി ആൻഡ് റേഡിയൻ മെഷേഴ്സ്, സ്റ്റാൻഡേർഡ് ഐഡന്റിറ്റീസ്, കോംപ്ലിമെൻ്ററി ആംഗിൾസ് റിലേറ്റ് ചെയ്തിട്ട് കാര്യം ബേസിക് ട്രിഗണോമെട്രി ആയിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോഴത്തേനും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇത്രയാണ് മാത്സിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഈ പറഞ്ഞതൊന്നും നമ്മൾ കാണാത്ത കാര്യങ്ങളില്ല. അഡീഷണൽ ആയിട്ട് 1-2 ടോപ്പിക്സ് മാത്രമേ ഉള്ളൂ. ആ 1-2 ടോപ്പിക്സ് എന്ന് പറഞ്ഞത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഏറ്റവും ബേസിക് ലെവലിലുള്ളതാണ്. സ്കൂൾ ടെക്സ്റ്റിനകത്തുള്ള കൺസെപ്റ്റാണ്. ഈ ട്രിഗണോമെട്രി എന്ന് പറഞ്ഞാൽ ഹയർ ലെവലിലുള്ള ട്രിഗണോമെട്രി നമുക്ക് വേണ്ട. ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻസും അതിൻ്റെ പ്രൂഫൊന്നും വരില്ല, ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതെങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യം മാത്രം നമ്മൾ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യമൊന്നും വലിയ ബാലികാറ മലയൊന്നുമല്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് മാത്സ് ക്ലിയർ ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം? തുടക്കത്തിൽ നിന്ന്, ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, വന്നു കഴിഞ്ഞാൽ ഒരു 3-4 മാസത്തിനുള്ള എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴേ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ആ സമയം എത്തുമ്പോഴത്തേക്കും കൃത്യമായിട്ട് എല്ലാം കംപ്ലീറ്റ് ആക്കി, എല്ലാം പക്കയാക്കി, എല്ലാം സെറ്റാക്കി പരീക്ഷ കൊള്ളിപ്പോൾ. ഓക്കെ, ബേസിക്സ് തൊട്ട് പഠിച്ചു തുടങ്ങുക. ആ സിലബസിൽ തന്നിരിക്കുന്ന ഓർഡർ അത് തന്നെ, നമ്പേഴ്സിൽ തുടങ്ങി ബാക്കി ഓരോന്നായിട്ട് ആ റേഷ്യോ പ്രൊപ്പോർഷൻ, പെർസെൻറ്റേജ് അങ്ങനെ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ആഡിങ് ചെയ്താൽ മതി. അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ച് പഠിച്ചാൽ മതി. ബേസിക് തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ ബേസിക് ആയിട്ട് തുടങ്ങുക. ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ ഹെമിസ്ഫിയർ, ഈ ജോമെട്രി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് തന്നെയാണ്. അത് NCERT നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം, അതുപോലെ SCERT ഡിപ്പെൻഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ CBSEയുടെ ടെക്സ്റ്റുകളുണ്ടല്ലോ. CBSEയുടെ ആകുമ്പോൾ NCERTയുടെ 5 മുതൽ എത്ര വരെയുള്ള 10 വരെയുള്ള ടെക്സ്റ്റ്, +1 +2 വിട്ടേക്ക്, നമുക്ക് അത്രയും വേണ്ട. 5 മുതൽ 10 വരെയുള്ള ടെസ്റ്റ് മതി. RD ശർമ്മയുടെയൊക്കെ ടെസ്റ്റൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിലുള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്താൽ മതി. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ മാത്സ് ബാലികറ മലയൊന്നുമല്ല. നിങ്ങൾ അതിനകത്തേക്ക് സമയം ഇൻവെസ്റ്റ് ചെയ്യുക. ആ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ പലിശ നിങ്ങൾ എടുക്കുക കേട്ടോ. ആ പലിശയായിരിക്കും നമ്മുടെ റിസൾട്ട്, നമ്മുടെ ജോലി, നമ്മുടെ ജീവിതം. ആ കാര്യം മാത്രം ആലോചിക്കുക കേട്ടോ. ഇതുപോലെ തന്നെയാണ് റീസണിങ്ങിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അതിന് കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. കാരണം
പല രീതിക്കായിരിക്കും ക്വസ്റ്റ്യൻ വന്ന് നമുക്ക് ചിന്തിച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ മാത്സിൽ മാക്സിമം ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ മിച്ചം പിടിക്കുന്ന സമയം നമുക്ക് റീസണിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വിജയം നേടാൻ പറ്റും. ആ കാര്യം കൂടെ ആലോചിച്ചുള്ള സിമ്പിളായിട്ട് മാത്സിനെ അപ്രോച്ച് ചെയ്യുക. ഒരിക്കലും പേടിക്കേണ്ട, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സും കണ്ടൻറ്റും എല്ലാം നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വരുന്നുണ്ടാവും. ആ കാര്യം നോക്കുക. ഇനി ബേസിക്സ് ആണ് നിങ്ങൾക്ക് പേടിയെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാടുന്നുണ്ടെങ്കിൽ അതിനും സൊല്യൂഷൻ ഉണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അഡീഷൻ്റെ, സബ്ട്രാക്ഷൻ്റെ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ്റെ, സ്ക്വയർ റൂട്ടും ക്യൂബ് റൂട്ടും എല്ലാം കണ്ടുപിടിക്കാനും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, കയറി ഒന്ന് ചെക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അവിടെ കിട്ടും കേട്ടോ. ശരി, അടുത്ത് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഓഫറുണ്ട്. ഇപ്പോൾ മന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് നമ്മുടെ ജൂൺ മന്ത് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ 17% ഫ്ലാറ്റ് ഓഫ് എല്ലാ പ്രോഡക്റ്റ്സിനും, മഹാപാക്ക് ആയാലും എല്ലാ പ്രോഡക്റ്റ്സിനും നമുക്ക് ഫ്ലാറ്റ് ഓഫ് ഉണ്ടാവും. അത് നിങ്ങൾ ചെയ്യേണ്ട, ഓഫർ കിട്ടാൻ വേണ്ടിയത് Y907 എന്നുള്ള കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക. Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക. അപ്പോൾ മഹാപാക്ക് എന്തെന്ന് ചോദിച്ചാൽ, നമ്മളിവിടെ എന്തൊക്കെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, SSC ആയിക്കോട്ടെ, RRB ആയിക്കോട്ടെ, PSC ആയിക്കോട്ടെ, ബാങ്ക് ആയിക്കോട്ടെ, എന്ത് കോഴ്സ് സ്റ്റാർട്ട് ചെയ്താലും അതെല്ലാം കൂടെ ഒരു ഒറ്റ പാക്കിനകത്ത് ആഡാവും. ആ പാക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യണം. അതിൻ്റെ വാലിഡിറ്റി 6 മാസം 1 വർഷമൊക്കെ ആകും കേട്ടോ. അപ്പോൾ അത് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പരീക്ഷയ്ക്കും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് ഫീസ് കൊടുക്കേണ്ട കാര്യമില്ല. ഏകദേശം 4000 രൂപയാണ് അതിൻ്റെ 4500 എന്തോ അതിൻ്റെ പ്രൈസ് വരുന്നത്. ആ പ്രൈസിൽ നിന്ന് വീണ്ടും ഈ ഒരു കോഡ് എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് വീണ്ടും ഡിസ്കൗണ്ട് കിട്ടും. വീണ്ടും 15% ഡിസ്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ ഈ ഒറ്റ പാക്ക് ചെയ്യുന്ന കേരള മഹാപാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റോറിൽ കയറുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അത് ആപ്പ് വഴി കയറാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി കയറുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് കിട്ടും. അപ്പോൾ അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ട് കിട്ടും. മാക്സിമം ഡിസ്കൗണ്ട് മാത്രമല്ല, എല്ലാ പരീക്ഷയ്ക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒറ്റ പാക്കിലൂടെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. എല്ലാ ഫാക്കൽറ്റീസിൻ്റെ, എല്ലാ സബ്ജക്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും, നോട്ട്സും എക്സാംസും, ടെക്സ്റ്റും ഇ-ബുക്കും എല്ലാ കാര്യങ്ങളും കിട്ടും. അതെല്ലാം യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ മാത്സ് പഠിക്കാനായിട്ട് വേറെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നിങ്ങൾ അതിനകത്ത് ഒരു ദിവസം ഒരു 3 മണിക്കൂറോ 4 മണിക്കൂറോ നിങ്ങൾ അതിനകത്തേക്ക് എന്ത് ചെയ്യുക, സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വെറുതെ നോക്കി വായിച്ചുകൊണ്ടിരിക്കരുത്, ചെയ്ത് പഠിക്കുക കേട്ടോ. നോക്കി വായിക്കാതെ ചെയ്ത് പഠിക്കുക. ഒരു 3 ഹവറോ മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്യാൻ നോക്കുക. മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. അത് പ്രാക്ടീസാണ്. മാത്സ് പ്രാക്ടീസാണ് ചെയ്യുന്നത്. മാത്സ് പഠിക്കുകയല്ല, മാത്സ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുകയാണ്. വെറുതെ പഠിക്കുകയല്ല, നോക്കി പഠിക്കുകയല്ല, വായിച്ച് പഠിക്കുകയല്ല. മാത്സ് എന്താ ചെയ്യേണ്ടത്, പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്സ് എടുത്ത് വയ്ക്കുക. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ടെക്സ്റ്റ്, ക്വസ്റ്റ്യൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റാണ് ഞാൻ പറഞ്ഞത്, എടുത്ത് വയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കയ്യിൽ ബുക്സും റാങ്ക് ഫയലും എല്ലാം ഉണ്ടാവും, അത് എടുത്ത് വെച്ച് ചെയ്യുക. ആദ്യം നിങ്ങൾ ഒരു പ്രാവശ്യം നോക്കുക. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്കറിയില്ലായിരിക്കും. ചിലപ്പോൾ ഒരു പ്രാവശ്യം നോക്കി നിങ്ങൾ ചെയ്യും. ആ 2ാമത്തെ പ്രാവശ്യം നോക്കുക, 3ാമത്തെ പ്രാവശ്യം നോക്കുക. എപ്പോഴാണോ നിങ്ങൾക്ക് നോക്കാതെ ചെയ്യാൻ പറ്റുന്നത്, പൂർണ്ണമായിട്ടും നോക്കാതെ ചെയ്യാൻ പറ്റുന്നത്, അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. അതേ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യുക, കംപ്ലീറ്റ് ആക്കുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുക. ഇങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതിനാണ് ഞാൻ ഈ പറഞ്ഞ 3 മണിക്കൂറോളം നമ്മളൊരു സബ്ജക്റ്റിനകത്ത്, മൾട്ടിപ്പിൾ സബ്ജക്റ്റ് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ മൾട്ടിപ്പിൾ സബ്ജക്റ്റ് ചെയ്യേണ്ട, പ്രാക്ടീസ് അവസാനം പരീക്ഷയോട് അടുപ്പിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രം മോഡൽ എക്സാംസ് ഒക്കെ എഴുതി എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്യുക. മാത്സ് സിമ്പിളായിരിക്കും, നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റും. റീസണിങ്ങും സെയിം കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഓർത്തേക്കുക, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ. നമുക്ക് വീണ്ടും ഒരു സെഷനുമായിട്ട് കാണാം. അപ്പോൾ മാത്സിനെ ഭയക്കണ്ട, ഞാൻ ഈ പറഞ്ഞ രീതിക്ക് പഠിക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് CG കിട്ടും കേട്ടോ. ശരി.